ബീഹാറിൽ RJD നേതാവിനെ വെടിവെച്ചു കൊന്നു. RJD നേതാവ് രാജ്കുമാറാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അബ്ദുൾ റഷീദ്, ബീഹാറിൽ അത്തരത്തിൽ വലിയ ക്രൈമുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് RJD നേതാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അജിംഷാദ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. പട്നയിലെ രാജേന്ദ്ര നഗറിലെ ടെർമിനൽ സമീപമാണ് ഇപ്പോൾ RJD നേതാവിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. രണ്ട് അക്രമികൾ ബൈക്കിലെത്തിയ ശേഷം ഇദ്ദേഹത്തെ വെടിയുതിർക്കുകയായിരുന്നു. പക്ഷേ ഈ വെടിയുതിർത്തിൻ്റെ കാരണങ്ങളൊന്നും തന്നെ ഇതുവരെ വ്യക്തമാവുകയും ചെയ്തിട്ടില്ല. അതേസമയം പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ ശേഷം ഈ നേതാവ് തിരിച്ചു വരികയും പിന്നീട് റോഡരികിൽ നിൽക്കുന്നതിനിടയിലാണ് ഒരു അക്രമം ഉണ്ടാവുകയും വെടിയുതിർക്കുകയും ചെയ്തിട്ടുള്ളത്. 6ഓളം വെടിയുണ്ടകൾ ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നേരത്തെ തന്നെ RJDയും അതോടൊപ്പം കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ BJPയുടെ വോട്ട് കൊള്ളക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം വോട്ടറാധികാർ യാത്രയിലൂടെ ബീഹാറിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല.